ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് തിരികെ എത്തി മാഞ്ചസ്റ്റർ സിറ്റി. ഇന്ന് ഫുൾഹാമിനെ നേരിട്ട മാഞ്ചസ്റ്റർ സിറ്റി എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് വിജയിച്ചത്. ആദ്യ പകുതിയിൽ 13-ാം മിനിറ്റിൽ ജോസ്കോ ഗാർഡിയോളുടെ ഗോളിലൂടെ സിറ്റി ആദ്യ ലീഡെടുത്തു. രണ്ടാം പകുതിയിലും മാഞ്ചസ്റ്റർ സിറ്റി അറ്റാക്ക് തുടർന്നു. 59-ാം മിനിറ്റിൽ ഫിൽ ഫോഡൻ സിറ്റിയുടെ ലീഡ് ഇരട്ടിയാക്കി. 71-ാം മിനിറ്റിൽ ജോസ്കോ ഗാർഡിയോൾ മത്സരത്തിലെ തന്റെ 2ാം ഗോളും നേടി. ഇതോടെ സിറ്റി 3 ഗോളുകൾക്ക് മുന്നിൽ. അവസാനം ഒരു പെനാൽറ്റി ഗോളിലൂടെ ജൂലിയൻ അൽവാരസ് സിറ്റിയുടെ വിജയം പൂർത്തിയാക്കി. ലീഗിൽ ഇനി ശേഷിക്കുന്ന 2 മത്സരങ്ങൾ കൂടി വിജയിച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് പ്രീമിയർ ലീഗ് കിരീടം ഉറപ്പാണ്. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 65% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 16 ഷോട്ടുകളാണ് സിറ്റി തൊടുത്തത്. 9 ഷോട്ട് ഓൺ ടാർഗറ്റ്. 759 പാസുകൾ 91% കൃത്യതയോടെ മാഞ്ചസ്റ്റർ സിറ്റി പൂർത്തിയാക്കി. ഓൺ ടാർഗറ്റിലുണ്ടായിരുന്ന ഒരേ ഒരു ഷോട്ട് മാത്രമാണ് മത്സരത്തിൽ ഫുൾഹാമിന് തൊടുക്കാനായത്. ഇന്നത്തെ വിജയത്തോടെ 36 മത്സരങ്ങളിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിക്ക് 85 പോയിന്റായി. 36 മത്സരങ്ങളിൽ നിന്ന് 83 പോയിന്റുള്ള ആഴ്സണലാണ് 2ാം സ്ഥാനത്ത്. നാളെ ആഴ്സണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നേരിടും. ഇതിനുശേഷം എവർട്ടണാണ് ആഴ്സണലിന്റെ എതിരാളികൾ. ടോട്ടൻഹാമും വെസ്റ്റ് ഹാമുമാണ് സിറ്റിയുടെ ഇനിയുള്ള 2 എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.